വയനാട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയെന്ന് ആരോപിച്ച് നഗരസഭാ ജീവനക്കാരനെ വീട്ടമ്മ കയ്യേറ്റം ചെയ്തുവെന്ന പരാതി. മാനന്തവാടി നഗരസഭാ ഓഫീസ് അറ്റൻഡന്റ് പി രാഹുൽ പോലീസിൽ പരാതി നൽകി. അതേസമയം പേര് ചേർക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മുനിസിപ്പാലിറ്റി ജീവനക്കാർ അസഭ്യം പറഞ്ഞുവെന്ന് ആരോപിച്ച് വീട്ടമ്മയും പോലീസിൽ പരാതി നൽകി. നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഇലക്ഷൻ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയും. ഈ രാഹുൽ എന്ന് പറയുന്ന ആളാണ് സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ രാഹുൽ എന്ന് പറയുന്ന ആൾ വന്നിട്ട് എന്നോട് വെറുതെ ഇങ്ങോട്ട് ചൂടാകുകയും ചെയ്തത്. ചൂടായി ഈ പ്രാവശ്യം എന്തായാലും നിങ്ങൾ അവിടെ വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, നിങ്ങളെ കൊണ്ട് അവിടെ വോട്ട് ചെയ്യിക്കില്ല. സെക്രട്ടറി ഞങ്ങളും തന്നെ എടുത്ത തീരുമാനമാണ്, വോട്ട് ചെയ്യിക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചില്ല. രാഹുൽ എന്ന് പറയുന്ന ആളാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് എടിയെന്ന് വിളിച്ച് ഇറങ്ങിപ്പോടി ഇവിടുന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ ആ കൈ ഇങ്ങനെ തട്ടിയപ്പം അവരെ മോത്തടിച്ചെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ എന്നെ തള്ളിയതിന് ഞാനിങ്ങനെ ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കുക ചെയ്ത്. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഇറങ്ങിപ്പോടി അവിടെ നിന്ന് പറഞ്ഞു. മോളെ എന്നെ അവർ വിളിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ടില്ല, നീ മോനെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാണ്ട് എന്നെയാണ് തള്ളിയത്, അല്ലാണ്ട് ഞാനിത് ചോദിക്കാൻ പോയതാണ്. സെക്രട്ടറിനെ ആക്രമിക്കുമെന്ന്, അതായത് സെക്രട്ടറിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് അതായത് കലുഷിതമാണ് തോന്നിയപ്പോഴാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പിന്നെ ഞാനുമായിട്ടായി വർത്തമാനം. അപ്പോൾ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മാന്യമായി സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അത് പറയാൻ നീ ആരാണെന്ന്. നമ്മൾ അടിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ഈ മുഖത്ത് ഈ കണ്ണിൻ്റെ ഭാഗത്താണ് അടിച്ചത്. ഇങ്ങനെയാണ് അടിച്ചത്. അതായത് ഒരു മേശ നടുക്ക് നിൽക്കുന്നുണ്ട്, ആ മേശ കടന്ന് വന്നിട്ടാണ് എൻ്റെ കൈ കൊണ്ട് ഈ മുഖത്ത് കണ്ണിൻ്റെ ഈ ഭാഗത്തേക്ക് അടിച്ചത്. അപ്പോൾ കണ്ണിൻ്റെ ഈ ഭാഗത്തേക്ക് അടിച്ച് അതിനുശേഷം പിന്നെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് തിരിച്ച് പ്രതികരിക്കാനാവില്ല. സ്ത്രീ എന്ന നിലയിൽ എനിക്ക് തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ ഞാൻ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസാവും. ഞാൻ പറഞ്ഞ കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ദീപക് മോഹനാണ് ചേരുന്നത്. ദീപക്, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടുമാറ്റിയതിൽ ഇത്ര വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എങ്ങനെയാണ്? വിനീത, മാനന്തവാടി നഗരസഭയിലെ 30-ാം ഡിവിഷനിലുള്ള വോട്ടറാണ് ഈ ശോഭ എന്ന വീട്ടമ്മ. ഇവരുടെ ഭർത്താവിൻ്റെയും 3 മക്കളുടെയും അതായത് 5 വോട്ടുകൾ വെട്ടിമാറ്റി എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് മാനന്തവാടി നഗരസഭാ കാര്യാലയത്തിൽ എത്തിയ സമയത്ത് ഇത് എന്താണ് പേര് വെട്ടിമാറ്റാൻ, വോട്ടർ പട്ടികയിൽ പേര് എങ്ങനെയാണ് വെട്ടിമാറ്റിയത് എന്നതിനെ പറ്റി അന്വേഷിക്കുന്നതിനിടയിലാണ് ഇതൊരു കയ്യാങ്കളിയിലേക്ക് പോയത്. നാടകീയമായ രംഗങ്ങളാണ് ഈ മാനന്തവാടി നഗരസഭയിൽ അരങ്ങേറിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നഗരസഭാ സെക്രട്ടറിയുമായി ചോദിച്ച സമയത്താണ് ഈ നഗരസഭാ സെക്രട്ടറി പ്രകോപനപരമായ രീതിയിൽ മറുപടി പറഞ്ഞു. പിന്നീടാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയതെന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. മാത്രമല്ല തങ്ങളെ ഇനി വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു എന്നും വീട്ടമ്മ പറയുന്നുണ്ട്. പക്ഷേ ഈ വീട്ടമ്മയാണ് നഗരസഭാ ജീവനക്കാരെ മർദ്ദിച്ചതെന്നാണ് നഗരസഭാ ജീവനക്കാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 2 പേരും ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മാനന്തവാടി പോലീസ് 2 പേരുടെയും കേസുകൾ രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിട്ടുണ്ട്. ഇനി കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. ഈ വീട്ടമ്മയാണോ മർദ്ദിച്ചത്, പകരം നഗരസഭാ ജീവനക്കാരാണോ എന്നതിനെ പറ്റി കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അതിനൊരു വ്യക്തത വരാവുന്നതേ ഉള്ളൂ. ദീപക്,